നമുക്ക് എല്ലാവർക്കും ഒരു ഫ്രണ്ട് ഉണ്ടാവും. എല്ലാ കാര്യത്തിലും ഭയങ്കര എക്സ്പേർട്ടാണ്. ക്രിക്കറ്റ് ആയിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ, സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ, ഇനി കെമിസ്ട്രി എക്സാമിന് പഠിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, എല്ലാത്തിനും ഭയങ്കര കോൺഫിഡൻസോടെ ഇങ്ങനെ സംസാരിക്കാറ്. പക്ഷെ ആ സംസാരം കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ നമുക്ക് അറിയാം ഇവനതിനെ പറ്റി ഒരു ധാരണയില്ല. എങ്കിലും എങ്ങനെയാണ് ഇങ്ങനത്തെ ആൾക്കാർക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാകുന്നത്? കാരണം നമ്മൾ ലോജിക്കലി ആയിരിക്കണം നേരെ തിരിച്ചല്ല വേണ്ടത്. വലിയ വിവരമൊന്നും ഇല്ലെങ്കിൽ കോൺഫിഡൻസ് അതിനനുസരിച്ച് കുറവല്ല വേണ്ടത്. പക്ഷെ കോൺഫിഡൻസിന് ഒരു കുറവുമില്ല. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങളുടെ ഫ്രണ്ടിന്റെ കഥ മാത്രമല്ല, ഇത് നമ്മുടെ എല്ലാവരുടെയും ബ്രെയിനിലുള്ള ഒരു ചെറിയ ഗ്ലിച്ചാണ്. ആ ഗ്ലിച്ചിന്റെ പേരാണ് ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ്. ഈ ഒരു വീഡിയോയിൽ ഈ എഫക്റ്റ് എന്താണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യും. മാത്രമല്ല ഈ ഒരു എഫക്റ്റിന്റെ കൃത്യമായ റീസൺ മനസ്സിലാക്കുന്നതിലൂടെ എങ്ങനെ നമുക്ക് ലോങ് ടേമിൽ ഈ ഒരു ട്രാപ്പിൽ പെടാതിരിക്കാനും ലോങ് ടേമിൽ കുറച്ചും കൂടി സ്മാർട്ടർ ആയിട്ടുള്ള കുറച്ചുകൂടി പ്രോപ്പർ കോൺഫിഡൻസ് ഉള്ള ഒരാളായി മാറി തീരാന്നുള്ള കാര്യം നമുക്ക് പഠിക്കാം. അപ്പോൾ എന്താണ് ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ്? 1999 കോർണൽ യൂണിവേഴ്സിറ്റിയിൽ ഡേവിഡ് ഡണ്ണിങ്ങും അതുപോലെ ജസ്റ്റിൻ ക്രൂഗർ എന്ന് പറഞ്ഞ രണ്ട് സയന്റിസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് ചെയ്തു. എക്സ്പെരിമെന്റ് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. കോർണൽ യൂണിവേഴ്സിറ്റി കോളേജിലെ കുറച്ച് സ്റ്റുഡൻസിന് ഇവർ എക്സാം നടത്തി. എക്സാം നടത്തിയതിനു ശേഷം അവർ ഈ കുട്ടികളോട് ചോദിച്ചു, ഈ എഴുതിയ ആൾക്കാരിൽ വെച്ചിട്ട് നിങ്ങൾ ഏത് റാങ്ക് ആയിരിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ അവരെന്ത് ചെയ്തു? ഓരോ കുട്ടികളും അവർക്ക് ഏതാണ്ട് എത്ര റാങ്ക് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള കാര്യം അവർ പ്രെഡിക്റ്റ് ചെയ്തു. ഈ ഒരു റാങ്ക് എത്രത്തോളം പ്രിസൈസ് ആക്കാൻ പറ്റും അത്രത്തോളം പ്രിസൈസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടികളോട് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കുട്ടികളും അവരുടെ പ്രെഡിക്റ്റഡ് ആയിട്ടുള്ള റാങ്ക് ഈ എഴുതിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കൊടുത്തു. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. ഫോർ എക്സാമ്പിൾ, ഒരു 8ാമത്തെ റാങ്ക് 10 കുട്ടികൾ എഴുതിയിട്ടുണ്ടെങ്കിൽ 8ാമത്തെ റാങ്കൊക്കെ വന്ന ഒരാളാണെങ്കിൽ അയാൾ എക്സ്പെക്ട് ചെയ്ത് അയാൾ പ്രെഡിക്റ്റ് ചെയ്ത് സ്വന്തം റാങ്ക് എത്രയാണെന്ന് പറഞ്ഞതെന്ന് അറിയാം, ഓൾമോസ്റ്റ് ഒരു 4 ആയിരിക്കും. അതായത് ആക്ച്വലി 8 കിട്ടിയ ആൾ വിചാരിക്കുന്നത് അയാൾ 10 പേരിൽ 4ാമത്തെ റാങ്ക് ആയിട്ടുള്ള ആളാണ്. ഇനി ഈവൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഒരു സെക്കൻഡ് കിട്ടിയ ആൾ, ആക്ച്വലി ഏറ്റവും ടോപ്പിലുള്ള ആൾ, അയാൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അവർ പറയുന്നത് അവർക്ക് എക്സ്പെക്ട് ചെയ്യുന്ന റാങ്ക് ഒരു 5 ഒക്കെ ആണെന്നാണ്. അതായത് വളരെ മോശമായിട്ട് പെർഫോം ചെയ്ത് ഏറ്റവും ബാക്കിൽ പെർഫോം ചെയ്ത ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നത് അവർ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തു എന്നും ആക്ച്വലി നന്നായിട്ട് ചെയ്തവർ അവർ എക്സ്പെക്ട് ചെയ്യുന്ന അവർ അത്രയും നന്നായിട്ട് ചെയ്തില്ല എന്നുമാണ്. ഇനി ഇവിടെ ആക്ച്വലി നന്നായിട്ട് ചെയ്തവർക്ക് എന്തുകൊണ്ടാണ് അവരുടെ റാങ്ക് നന്നായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത്? അപ്പോൾ അതിൻ്റെ റീസൺ പിന്നീട് അവർ കണ്ടുപിടിച്ച് മനസ്സിലായത്, ഇങ്ങനത്തെ ആൾക്കാർ വിചാരിക്കാം എനിക്ക് ഈസി ആയിരുന്നല്ലോ, അപ്പോൾ എന്നെ പോലെ വേറെ പലർക്കും ഈസി ആയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ പിന്നെ ഞാൻ ഭയങ്കര മുന്നിൽ വരാൻ ചാൻസ് ഇല്ലല്ലോ എന്നായിരുന്നു അവരുടെ ലോജിക്ക്. ഓക്കെ, ശരി, വലിയ കുഴപ്പമൊന്നുമില്ല, അവർക്കൊരു ലോജിക് ഉണ്ട്. എന്നാൽ ഒട്ടും വരെയൊക്കെ ചെയ്യാത്ത ആൾക്കാർ എങ്ങനെ വിചാരിക്കുക അവർക്ക് ഭയങ്കര അടിപൊളി റാങ്ക് ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര നോളേജ് ആയിരിക്കും, അവർക്ക് എങ്ങനെയാണ് അസ്യൂം ചെയ്യാൻ പറ്റുക? ഇതിനെയാണ് നമ്മൾ ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഗ്രാഫ് ഉണ്ടാക്കി. ആ ഗ്രാഫാണ് നിങ്ങളിവിടെ കാണുന്നത്. ഈ ഗ്രാഫിൽ 2 ആക്സിസ് ആണുള്ളത്. ഒന്ന് കോമ്പീറ്റൻസ്, അഥവാ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിനോടുള്ള ഒരു കാര്യത്തിനോടുള്ള നോളജ്. 2 നിങ്ങൾക്ക് അതിനെ പറ്റിയുള്ള കോൺഫിഡൻസ്. അപ്പോൾ കോമൺ സെൻസിക്കലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുക എന്താണ്? എത്രത്തോളം നമുക്ക് നോളജ് ഉണ്ട് അത്രത്തോളം കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് നമ്മൾ ജനറലി എക്സ്പെക്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇവർ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് അല്ല, ഒരു കേർവുള്ള സാധാരണ പോലത്തെ ഗ്രാഫും അല്ല, ഇൻഫാക്ട് ഇങ്ങനത്തെ ഒരു ഗ്രാഫ് ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ അവർ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു കാര്യത്തിനെ പറ്റിയിട്ട് നോളജ് 0 ആണെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ഓൾമോസ്റ്റ് 0 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, എനിക്ക് ചെസ്സിൻ്റെ റൂൾസ് പോലും അറിയില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കില്ല ഒരു ഗ്രാൻഡ് മാസ്റ്ററിനെ തോൽപ്പിക്കുന്നോ അല്ലെങ്കിൽ ചെസ് അറിയുന്ന ആളെ തോൽപ്പിക്കുന്നോ കോൺഫിഡൻ്റ് ആയിരിക്കില്ല. ഓക്കെ, മേക്ക് സെൻസ്. പക്ഷേ ഇവർ കണ്ടുപിടിച്ച ഏറ്റവും രസകരമായ കാര്യം, നമ്മൾ ആ സാധനം കുറച്ച് പഠിച്ചാൽ നമ്മുടെ കോമ്പീറ്റൻസും നോളജും കുറച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ബ്ലൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ബ്ലാസ്റ്റ് ചെയ്യും. അതായത് ഫോർ എക്സാമ്പിൾ, ഞാൻ ചെസ്സിൻ്റെ റൂൾസ് പഠിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നും ഞാൻ അടിപൊളിയാണല്ലോ, ഞാൻ വിചാരിക്കും 1-2 ആൾക്കാരെ എനിക്ക് തോൽപ്പിക്കാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് കിട്ടും. ഇതെൻ്റെ കാര്യം മാത്രമല്ല, എൻ്റെ കാര്യം നിങ്ങളുടെ കാര്യം എല്ലാവരുടെയും കാര്യം ഇങ്ങനെ തന്നെയാണ്. ചെസ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ലോകത്തിലുള്ള എന്തൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ ആ എല്ലാ കാര്യത്തിലും ഇങ്ങനെ ആയിരിക്കും. ഞാൻ നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നില്ലെങ്കിൽ അതിനൊരു കാരണമുണ്ട്, അത് ഞാൻ കുറച്ച് പറഞ്ഞുതരാം. നമുക്ക് ആ നോളജ് മെല്ലെ മെല്ലെ കൂടി വരുമ്പോൾ ഒരു പോയിന്റ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് ആക്ച്വലി കാര്യമായിട്ടൊന്നും അറിയില്ല എന്നുള്ള കാര്യം. അതായത് കുറച്ച് കഴിയുമ്പോൾ ആ കോൺഫിഡൻസ് ഇവിടെ എന്ന് പറഞ്ഞാൽ താഴേക്ക് വീഴും. എന്നിട്ട് ഗ്രാജുവലി നിങ്ങൾ ആ ഒരു കാര്യത്തിൽ മെല്ലെ മെല്ലെ നോളജ് ആക്ച്വലി കൂട്ടി വരുമ്പോഴേ ഗ്രാജുവലായിട്ട് കോൺഫിഡൻസ് കയറുള്ളൂ. ഓബ്വിയസ്ലി ആ ഒരു കോൺഫിഡൻസ് നല്ല കോൺഫിഡൻസ് ആണ്. ഇൻ ദ സെൻസ് നിങ്ങൾക്ക് ആക്ച്വലി നോളജ് ഉണ്ട്, അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ടാണ് നിങ്ങളുടെ കോൺഫിഡൻസ് വരുന്നത്. ഈ ഒരു മൊത്തം എഫക്റ്റിയാണ് നമ്മൾ ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ് എന്ന് വിളിക്കുക. ഇനി ഇവിടെ ആക്ച്വലി ഒരു ഡബിൾ കേഴ്സ് ഉണ്ടെന്നാണ് പറയാം. എന്താ ഡബിൾ കേഴ്സ് എന്ന് പറഞ്ഞാൽ? അതായത് നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ വലിയ നോളജ് ഒന്നുമില്ല, പക്ഷെ കോൺഫിഡൻസ് ഭയങ്കര കൂടുതലായിരിക്കും. അത് ആക്ച്വലി നല്ലൊരു കാര്യമല്ല. നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് കുറവായിട്ട് ഇരിക്കുകയാണ് നല്ലത്. ഭയങ്കര കോൺഫിഡൻസ് ആയാൽ അത് ഡിസാസ്റ്ററിലേക്ക് ലീഡ് ചെയ്യാനാണ് ചാൻസ് ഉള്ളത്. അതാണ് ഒരു കേസ്. 2ാമത്തെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ആ കാര്യം കൂടുതൽ പഠിക്കാൻ വേണ്ടി നിങ്ങൾ വില്ലിങ് ആയിരിക്കില്ല. കാരണം എനിക്ക് ഓൾറെഡി അറിയാലോ എന്നുള്ളൊരു ഭാവമായിരിക്കും ഉണ്ടാവുക. അതാണ് 2ാമത്തെ കേസ്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ പഠിക്കില്ല, നിങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആവാൻ വേണ്ടി ശ്രമിക്കില്ല, ഇവൻച്വലി നിങ്ങൾ ബെറ്റർ ആവില്ല.
ഈ രണ്ടാമത്തെ കേസാണ് ആസ് എ ലേണർ നിങ്ങളെ ആക്ച്വലി ബുദ്ധിമുട്ടിപ്പിക്കാൻ പോകുന്നത്. കാരണം ഈ ഒരു അനാവശ്യമായുള്ള കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, അത് ബെറ്റർ ആക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കില്ല. ഇത് എൻ്റെ ലൈഫിൽ പറയുകയാണെങ്കിൽ പല പല കാര്യങ്ങളിൽ ഞാൻ ആക്ച്വലി ഫേസ് ചെയ്തൊരു കാര്യമാണ്. ഞാൻ ആദ്യമായിട്ട് ഗിറ്റാറൊക്കെ പഠിക്കുന്ന സമയത്ത് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ കുറച്ച് കാര്യങ്ങൾ 2-3 പാട്ട് 2-3 കോഡ്സ് ഒക്കെ പഠിച്ചപ്പോഴത്തേക്കും എൻ്റെ കോൺഫിഡൻസ് വേറെ ലെവലായി. ഞാൻ അടിപൊളിയാണല്ലോ, സൂപ്പർ ആണല്ലോ, ബാക്കിയുള്ളവരെക്കാളൊക്കെ സൂപ്പർ ആണെന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് ഇങ്ങനെ വരും. ഇവൻച്വലി 2, 3, 4, 5 വർഷം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുക നമ്മൾ ആക്ച്വലി എത്ര അടിപൊളിയൊന്നുമല്ല, നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ ബാക്കിയുണ്ടെന്നുള്ള കാര്യം. ഇവൻ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ബേസിക് ആയിട്ട് പഠിച്ച സമയത്ത് കുറച്ച് റേഷ്യോസും കുറച്ച് ബാലൻസ് ഷീറ്റിനെ പറ്റി പഠിച്ചപ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു, ഞാൻ തകർക്കും, ഞാൻ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യും, ഞാൻ കുറേ പൈസ ഉണ്ടാക്കുന്ന കാര്യം ഞാൻ തീരുമാനിച്ചു. പക്ഷേ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ പഠിച്ചത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അത് വെച്ചിട്ട് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിലും അത് വെച്ചിട്ട് എനിക്ക് കുറേ പൈസ ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ വർഷങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക നമുക്ക് കുറേ കാര്യങ്ങൾ അറിയില്ലായിരുന്നു എന്ന് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ ആക്ച്വലി മണ്ടത്തരായിരുന്നു ഉള്ള കാര്യം. അങ്ങനെ നമ്മൾ പഠിച്ച് ഓവർ എ പീരീഡ് ഓഫ് ഇയേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, ആക്ച്വൽ കോൺഫിഡൻസ് നമ്മൾ ഗെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് എൻ്റെ ലൈഫിൽ ഞാൻ പേഴ്സണലി അനുഭവിച്ച കാര്യങ്ങളാണ്. ഇവിടെ രസകരമായിട്ടുള്ള കാര്യം, ഒരിക്കലും നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കില്ല. അതായത് നിങ്ങൾ ഈ ഒരു പീക്കിൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും തോന്നൂല നമുക്കൊന്നും അറിയില്ല എന്ന്. അതിനാണ് നമ്മൾ വിളിക്കുക പീക്ക് ഓഫ് മൗണ്ട് സ്റ്റുപ്പിഡ്. നമ്മൾ അങ്ങനെ സ്റ്റുപ്പിഡായി തന്നെ നിൽക്കും. നിങ്ങൾക്ക് അവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ സൊല്യൂഷൻ എന്താ ഉള്ളത്, നിങ്ങൾ കൂടുതൽ കോമ്പീറ്റന്റ് ആവുക, നിങ്ങൾ കൂടുതൽ പഠിക്കുക, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതല്ലാതെ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പഠിക്കാൻ പോകുന്നില്ല, നിങ്ങൾക്ക് ഈ സംഭവം അറിയില്ല എന്നുള്ള കാര്യം. അപ്പോൾ എൻ്റെ ലൈഫിലാണെങ്കിലും ഗിറ്റാർ പഠിക്കുമ്പോഴാണെങ്കിലും ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ പഠിക്കുമ്പോഴാണെങ്കിലും ഞാൻ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുക എനിക്കറിയില്ല എന്ന്. അല്ലാണ്ട് നമുക്ക് ആ പഠിക്കുന്ന സമയത്ത് ഒരിക്കലും എന്ത് ചെയ്യില്ല, നമുക്ക് ആ റിയലൈസേഷൻ ഉണ്ടാവില്ല. ഇത് നിങ്ങളുടെ ലൈഫിലും നിങ്ങളും കാണുന്ന ഒരു കാര്യമായിരിക്കും. ജിമ്മിലൊക്കെ ജസ്റ്റ് പോയി തുടങ്ങി കുറച്ചൊരു കുഞ്ഞു മസിലൊക്കെ ഉണ്ടായി തുടങ്ങുമ്പോഴത്തേക്കും ഫിറ്റ്നസ്സിനെ പറ്റിയിട്ട് എല്ലാം അറിയുന്ന ഒരാളായി മാറും നമ്മൾ, അല്ലേ? അങ്ങനെ ഒരു കോൺഫിഡൻസ് വരും. വണ്ടി ഓടിക്കാൻ ജസ്റ്റ് പഠിക്കുന്ന ആൾക്കാർക്കായിരിക്കും ഏറ്റവും കോൺഫിഡൻസ് ഉണ്ടാവും. ജസ്റ്റ് ഒരു 2-3 മാസം ഓടിച്ച് പഠിച്ചവർക്കായിരിക്കും ഞാൻ ഒരിക്കലും ആക്സിഡന്റ് ഉണ്ടാക്കില്ല, എനിക്ക് എത്ര വേണം സ്പീഡിൽ പോകാമെന്ന് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാവും. കുറേ വർഷങ്ങൾ ഓടിച്ച് ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത്ര കോൺഫിഡൻസ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ ജിമ്മിലൊക്കെ ആണെങ്കിലും കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ആക്ച്വലി മസിൽസ് ഉള്ള ആൾക്കാർക്ക് ഇത്രയും അഹങ്കാരവും കോൺഫിഡൻസും ഉണ്ടാവില്ല. ജസ്റ്റ് തുടങ്ങിയ ആൾക്കാർക്കായിരിക്കും ഭയങ്കര കോൺഫിഡൻസും അഹങ്കാരമൊക്കെ കുറച്ച് അധികം ഉണ്ടാവുക. അപ്പോൾ ഇനിയുള്ള ചോദ്യം, ഗിവൻ ദ സിറ്റുവേഷൻ നമുക്ക് ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? തീർച്ചയായും സൊല്യൂഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി സ്കെപ്റ്റിക്കൽ ഓഫ് ദിസ് ഇസ് ഈസി. നിങ്ങളൊരു കാര്യം പഠിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അത് ഭയങ്കര ഈസി ആയിട്ട് തോന്നും. അത് ആക്ച്വലി ഈസി ആവുന്നത് നിങ്ങളുടെ കോമ്പിറ്റൻസ് കൂടുന്നതുകൊണ്ടല്ല, നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുന്നതുകൊണ്ടാണ്. അതിനെപ്പറ്റി നിങ്ങൾ അവെയർ ആവുക, നിങ്ങൾ അതിനെപ്പറ്റി സ്കെപ്റ്റിക്കൽ ആവുക. അപ്പോൾ എന്ത് നിങ്ങൾ പഠിച്ചു കൊടുക്കുമ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യമൊക്കെ തോന്നും ഇത് ഭയങ്കര എളുപ്പമാണ്, ഇതാണ് അത്ര വലിയ കഷ്ടപ്പാടുള്ള കാര്യം, ഇത് ഞാൻ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ സ്കെപ്റ്റിക്കൽ ആവുക. അങ്ങനെ ആയിരിക്കില്ല മിക്കവാറും എൻ്റെ കോൺഫിഡൻസ് ആണ് പറയുന്നത്. എനിക്ക് ഇനിയും പഠിക്കാനുണ്ടാവും, ഇനിയും പഠിച്ച് ഒരു പോയിന്റ് എത്തുമ്പോഴേ ഞാൻ അതിൽ ആക്ച്വലി ഇമ്പ്രൂവ് ആവണം എന്നുള്ള ഒരു ബോധം ഉണ്ടാകുന്നത് തന്നെയാണ് ഏറ്റവും ഫസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള സൊല്യൂഷൻ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ആക്ച്വൽ ഓണസ്റ്റ് ഫീഡ്ബാക്ക് വാങ്ങാം. മിക്ക സമയത്തും നമുക്ക് ഈ ഫേക്ക് കോൺഫിഡൻസ് ഉണ്ടാകുന്നത് നമ്മൾ ആക്ച്വലി ആരുടെ നിന്നും ഓണസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് വാങ്ങാത്തപ്പോഴാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ്, ഗിറ്റാർ ആയിക്കോട്ടെ, പിയാനോ ആയിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, എന്ത് കാര്യത്തിലും ഈവൻ പഠിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, ആ ഫീഡ്ബാക്ക് നിങ്ങളുടെ ടീച്ചേഴ്സിനടുത്തുനിന്നും നിങ്ങളുടെ മെൻറ്റേഴ്സിനടുത്തുനിന്നും വാങ്ങിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഓബ്വിയസ്ലി നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസിനെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ വേണ്ടി നോക്കിക്കോളും. മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ ഇതുവരെ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാവും ഇതൊന്നും എനിക്ക് അപ്ലിക്കബിൾ അല്ല, അലക്സ് സാറിനും പിന്നെ കുറച്ചൊക്കെ ബുദ്ധി ഇല്ലാത്തവർക്കൊക്കെ ആയിരിക്കും. എനിക്കിങ്ങനെ ഒന്നുമില്ല, എനിക്കറിയാം ഇത്ര നോളജ് ഉണ്ട്, എനിക്ക് ഇത്രയും കോൺഫിഡൻസ് ഉണ്ട്, ഇത്രയും നോളജ് ഉണ്ട്, ഇത്ര കോൺഫിഡൻസ് ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ ഒരു ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റിന്റെ ഒരു ഭാഗമാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് റിയലൈസേഷൻ ഇത്രയും ഉണ്ടാവുള്ളൂ, പക്ഷേ അതിനെപ്പറ്റിയുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ഭയങ്കര കൂടുതലാണ്. അതായത് എനിക്ക് ഭയങ്കര സെൽഫ് റിയലൈസേഷൻ, എനിക്ക് എന്നെപ്പറ്റി നന്നായി അറിയാം എന്നുള്ളത് തന്നെ എന്താണ് ഒരു ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റിന്റെ ഭാഗമാണ്. കാരണം ഈ ഒരു ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ് ഒരു സ്റ്റഡി ചെയ്തപ്പോൾ ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബുദ്ധിയായിട്ട് ബന്ധമൊന്നുമില്ല, നിങ്ങളുടെ IQ ആയിട്ടോ നിങ്ങളുടെ ജനറൽ ഇൻ്റലിജൻസ് ആയിട്ടോ ഒരു ബന്ധമില്ലാത്ത കാര്യമാണ്. അതായത് ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാർക്കും ഈ ഒരു എഫക്റ്റ് ഒരേപോലെ ആയിരിക്കും ഉണ്ടാവുക, ഭയങ്കര ബുദ്ധി കുറവുള്ള ആൾക്കാർക്ക് IQ കുറവുള്ള ആൾക്കാർക്കും ഒരേപോലെ ആയിരിക്കും ഈ ഒരു എഫക്റ്റ് അപ്ലിക്കബിൾ ആകും. അപ്പം നിങ്ങൾക്ക് അതില്ല നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അത് തന്നെ ഇതിൻ്റെ എഫക്റ്റിൻ്റെ ഒരു ഭാഗമാണ്. ലാസ്റ്റ് കാര്യം, ഓപ്പോസിറ്റ് ആയിട്ടൊരു എഫക്റ്റും കൂടി ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആക്ച്വലി ഒരു കാര്യത്തിൽ അടിപൊളിയാണെങ്കിൽ നിങ്ങൾ പൊതുവെ വിചാരിക്കുക നിങ്ങൾ അത്ര അടിപൊളി അല്ല എന്നാണ്, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കുറവ് അടിപൊളിയാണെന്നായിരിക്കും വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ട്. ആ എഫക്റ്റും കൂടി എപ്പോഴും മൈൻഡ്ഫുൾ ആയിരിക്കണം. ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല ഒരു പക്ഷേ,
പക്ഷെ മറ്റേ എഫക്റ്റ്, അതായത് കഴിവില്ല, നോളജ് ഇല്ല, എന്നിട്ട് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്, അത് നിങ്ങൾ ബിവെയർ ആവേണ്ട കാര്യമാണ്. അതിനുപരി നിങ്ങൾ മൈൻഡ്ഫുൾ അല്ലെങ്കിൽ നിങ്ങൾ അവെയർ അല്ലെങ്കിൽ നിങ്ങൾ നാളെ കുറേ മണ്ടത്തരം കാണിക്കാനും പൊട്ടത്തരമൊക്കെ പറയാനും ചാൻസ് ഉണ്ട്. എന്ന് മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വലിയ ട്രാപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ കൂടുതൽ പഠിക്കില്ല. ഇവിടെ ഞാൻ എത്തിയില്ല, ഇനി എന്താ പഠിക്കേണ്ട ആവശ്യം എന്നുള്ള ലെവലിൽ നിൽക്കും. എപ്പോഴാണ് നിങ്ങൾ ആ ട്രാപ്പിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റുക? നിങ്ങൾ ആ ഒരു കാര്യത്തിനെ പറ്റി കൂടുതൽ പഠിക്കുമ്പോൾ, ആക്ച്വൽ നോളജ്, ആക്ച്വൽ കോൺഫിഡൻസ് നിങ്ങൾ ഗെയിൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ട്രാപ്പിൽ നിന്ന് താഴേക്ക് വീഴും. ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഡിസ്പെയർ ആവും. അതിനാണ് വാല്യൂ ഓഫ് ഡിസ്പെയർ എന്നൊക്കെ പറയാം. അതായത് നിങ്ങൾക്ക് തീരെ കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥ വരും. അയ്യോ എനിക്ക് ഒന്നും അറിയില്ലല്ലോ എന്ന് ചിലപ്പോൾ തോന്നും. പക്ഷെ മനസ്സിലാക്കേണ്ടത് അതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. ആസ് യു ഗെയിൻ നോളജ്, മെല്ലെ മെല്ലെ ആ കോൺഫിഡൻസ് റീഗെയിൻ ചെയ്ത് വരും. ആ മെല്ലെ മെല്ലെ റീഗെയിൻ ചെയ്യുന്ന ആ ഒരു കോൺഫിഡൻസ് ആണ് ആക്ച്വൽ റിയൽ കോൺഫിഡൻസ്. അങ്ങനെ നിങ്ങൾ കോൺഫിഡൻസ് ഗെയിൻ ചെയ്തിട്ട് നിങ്ങൾ ഒരു പ്ലാറ്റോ ഓഫ് സസ്റ്റൈനബിലിറ്റി, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലെവലിലെത്തും. അവിടെയാണ് നിങ്ങൾ ആക്ച്വലി എന്ത് ചെയ്തിരിക്കുന്നത്, ആ ഒരു നോളജ് ഗെയിൻ ചെയ്തിരിക്കുന്നത്. ചിലവിട്ടുണ്ടാവും ഒന്നും കാര്യമായിട്ട് പഠിക്കുന്നില്ല ജനറലി, പക്ഷേ എക്സാമിൻ്റെ തലേന്നൊക്കെ എന്തെങ്കിലും സർക്കസ് കാണിച്ചിട്ട് തൽക്കാലം ആ യൂണിറ്റ് ടെസ്റ്റിലൊക്കെ മാർക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കും. ചിലപ്പോൾ 1-2 ചാപ്റ്ററൊക്കെ ഉണ്ടാവും, നിങ്ങൾ മാർക്ക് കിട്ടുന്നുണ്ടാവും. പക്ഷെ ആ കുട്ടികൾ ഒരുപക്ഷെ പബ്ലിക് എക്സാമിൽ കുറേ ചാപ്റ്റർ വരുമ്പോൾ തീരെ മാർക്കില്ലാത്ത അവസ്ഥയിൽ വരും. അതിൻ്റെ കാരണം എന്താണ്? ഈ എഫക്റ്റ് തന്നെയാണ്. നിങ്ങൾ കുറച്ച് പഠിച്ചു, പക്ഷേ നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, ഭാഗ്യത്തിന് കുറച്ച് ഉള്ളൂ ആ എക്സാമിനുള്ളതുകൊണ്ട് നിങ്ങൾ എങ്ങനെയൊക്കെ കഴിച്ചിലായി പോയി. നിങ്ങൾ ആ കോൺഫിഡൻസ് വെച്ചിട്ട് നിങ്ങൾ തീരെ പഠിക്കാതിരിക്കുന്നു. അങ്ങനെ പബ്ലിക് എക്സാം വരുന്ന സമയത്ത് നിങ്ങളുടെ ആക്ച്വൽ ലെവലാണ് അവിടെ പുറത്ത് കാണിക്കപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ സർപ്രൈസ്ഡ് ആവുന്നു. നിങ്ങൾ സർപ്രൈസ് ആവേണ്ട ആവശ്യമില്ലായിരുന്നു, കാരണം നിങ്ങളുടെ കോൺഫിഡൻസ് ഇത്രയേ ഉള്ളപ്പോൾ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ഇത്രയായിരുന്നു. നിങ്ങൾ കുറച്ചും കൂടി പഠിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് കാര്യമായിട്ട് ഒന്നും അറിയില്ല എന്നുള്ള കാര്യം. നിങ്ങളുടെ കോൺഫിഡൻസ് ഭയങ്കര ഡൗൺ ആവും. എന്നിട്ട് മെല്ലെ റെഗുലർ ആയിട്ട് എല്ലാ ദിവസവും പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആക്ച്വൽ ഇംപ്രൂവ്മെന്റ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇത് പഠനത്തിനും ആപ്ലിക്കബിൾ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന പോയിന്റിലാണ് നിങ്ങൾ ആസ് എ സ്റ്റുഡന്റ് ഒരു റിയൽ പ്രോഗ്രസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഒപ്പീനിയൻസും നിങ്ങളുടെ വ്യൂസും എന്ത് വീഡിയോസ് ആണ് നിങ്ങൾക്ക് ഇനി കാണാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരായി ബൈ ആൻഡ് ടേക്ക് കെയർ.